എന്തെങ്കിലും പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? ആ പേടിക്കുന്ന വസ്തുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? വിട്ടു നിൽക്കും. അതാണ് ചെയ്യുന്നത്. എന്നാൽ അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞാലോ? അത് അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അസ്ലു കുല്ലി ഖൈരിൻ ഫി ദുനിയ വൽ ആഖിറ അൽ ഖൗഫു മിനല്ലാഹ്. ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മകളുടെയും താക്കോലാണത് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അബുൽ ഖാസിം അൽ ഹകീം റഹിമഹുല്ലാഹ് പറയുന്നത്, മൻ ഖാഫ ശൈഅൻ ഹരിബ മിൻഹു വമൻ ഖാഫ അല്ലാഹ ഹരിബ ഇലൈഹി. നമ്മൾ സാധാരണ എന്തെങ്കിലും പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? ആ പേടിക്കുന്ന വസ്തുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? വിട്ടു നിൽക്കും. അതാണ് ചെയ്യുന്നത്. എന്നാൽ അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞാലോ? നമ്മൾ അങ്ങോട്ടൊക്കെ പോകാം, അള്ളാഹുവിനെ വിട്ടു നിൽക്കുകയാണ് ചെയ്യാം. അല്ല, അതാണ് മൻ ഖാഫ ശൈഅൻ ഹരിബ മിൻഹു. എന്തെങ്കിലും ഒരു വസ്തുവിനെ പേടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കും. അള്ളാഹുവിനെ ഭയപ്പെട്ടു കഴിഞ്ഞാലോ? ഹരിബ ഇലൈഹി, അള്ളാഹുവിനെ പേടിച്ചു ചെയ്യും, അങ്ങോട്ടേക്ക് ഓടും എന്നതാണ്. മുആദിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, മൻ ആമനുൽ ഖൽഖി ഗദൻ, നാളെ ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ നിർഭയനായ മനുഷ്യൻ, ഒരു പേടിയുമില്ലാതെ സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി ജീവിക്കുന്നവൻ ആരാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി കൊടുത്തത്, അശദ്ദുഹും ഖൗഫൻ അൽ യൗം, ഇന്ന് അങ്ങേയറ്റം പേടിക്കുന്നവരാണ് എന്ത് ചെയ്യുക? നാളെ ഏറ്റവും നിർഭയത്വത്തോടുകൂടി ആഖിറത്തിൽ കഴിയേണ്ടി വരിക. അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.